കണ്ണൂർ പയ്യന്നൂരിലെ അനിലയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസ് അന്വേഷണം ആരംഭിച്ചു. സുഹൃത്ത് സുദർശൻ പ്രസാദ് അനിലയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അനിലയുടേത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. മൃതദേഹത്തിൽ കഴുത്ത് ഞെരിച്ചതിന്റെയും മുഖത്ത് അടിയേറ്റതിന്റെയും പാടുകളുണ്ടായിരുന്നു. മൂക്കിലൂടെയും വായിലൂടെയും രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയ വീടിന്റെ മുകൾ നിലയിലെ മുറിയിൽ ബലപ്രയോഗം നടന്നതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി. സുഹൃത്തായ സുദർശൻ പ്രസാദിനൊപ്പം അനില വീട്ടിലേക്ക് വരുന്നത് കണ്ടതായി അയൽവാസികളും മൊഴി നൽകിയിട്ടുണ്ട്. അനിലയെ കൊലപ്പെടുത്തിയതിനു ശേഷം സുദർശൻ പ്രസാദ് ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി, പ്രതി ആരാണെന്ന കാര്യത്തെപ്പറ്റി നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത് ഒരു സുഹൃത്തുണ്ട്, ഒരു ആൺ സുഹൃത്ത്. അയാളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രണയം ആയിട്ട് ബന്ധപ്പെട്ട പേരിലാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ബാക്കി അന്വേഷണം നടത്തിയ ശേഷമേ പറയാൻ പറ്റൂ. പയ്യന്നൂർ അന്നൂരിലെ ആൾതാമസമില്ലാത്ത വീട്ടിലാണ് അനിലയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ താമസിക്കുന്ന കുടുംബം വീട് നോക്കാൻ സുദർശൻ പ്രസാദിനെ ഏൽപ്പിച്ച് വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. സുദർശൻ പ്രസാദിന്റെ മൃതദേഹം 22 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, കണ്ണൂർ.